നമസ്തേ, ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഞാൻ MK വിനോദ്. തിരുവനന്തപുരം മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിയെ മുന്നറിയിപ്പില്ലാതെ അറസ്റ്റ് ചെയ്തത് പൂജാവേളയിൽ. ക്ഷേത്രപൂജകളടക്കം മുടക്കിയാണ് ഇന്നലെ വൈകിട്ട് 5:45 അറസ്റ്റ് നടന്നത്. പിന്നീട് വിശ്വാസികൾ എതിർത്തതോടെ രാത്രി 8:30 വിട്ടയച്ചു. ചെയ്യാത്ത കുറ്റത്തിൽ അപമാനമുണ്ടായതിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് ഇതിലും ഭേദമെന്ന് പൂജാരി. വിഷയത്തിൽ പോലീസിനെതിരെ പരാതി നൽകിയതായി ക്ഷേത്ര ട്രസ്റ്റ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ. ഈ വിഷയമാണ് ഇന്ന് ജനൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ BG വിഷ്ണു, അദ്ദേഹം BJPയുടെ പ്രതിനിധിയാണ്. ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി പങ്കെടുക്കുന്നു. വിജി തമ്പി, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ. അരുൺ പോറ്റി, അദ്ദേഹമാണ് ക്ഷേത്രത്തിൻ്റെ പൂജാരി. അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ക്ഷേത്ര നട അടച്ചതിന് ശേഷം മാത്രമേ ഈ ചർച്ചയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് 8 മണിയോടുകൂടി അദ്ദേഹത്തെ പ്രതീക്ഷിക്കുകയാണ്. നന്ദകുമാർ, ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ്. ഇത്രയും ആളുകളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഇന്നലെ വൈകിട്ട് 5:45 ക്ഷേത്രത്തിലെ പൂജാരി, മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് അറസ്റ്റിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം നേരത്തെ പൂജ ചെയ്തിരുന്ന ഒരു ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹവും മോഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ അകാരണമായി അറസ്റ്റ് ചെയ്യുന്നത്. അരുൺ പോറ്റി, അദ്ദേഹം ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്തു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറ്റം തെളിഞ്ഞിട്ടില്ല, ആരാണ് മോഷ്ടാവെന്ന് തെളിഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞു, എത്താമെന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ മുൻകൂട്ടി അറിയിച്ചിട്ടും വൈകിട്ട് നട തുറന്ന അദ്ദേഹത്തെ, 5:30 നട തുറന്ന അദ്ദേഹത്തെ 5:45 മണിയോടുകൂടി ക്ഷേത്രത്തിൽ പോലീസ് ജീപ്പിലെത്തി വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയാണ്. ഈ രാജ്യത്ത് നീതിയും അല്ലെങ്കിൽ നീതി ആരുടെ പേരിലാണ്? പോലീസ് ആർക്കു വേണ്ടിയാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത്? കുറ്റക്കാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, നടപടിയെടുക്കട്ടെ. പക്ഷേ അരുൺകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്, അരുൺ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടത് ഈ രീതിയിലാണ്. അരുൺ പോറ്റി എത്താമെന്ന് അറിയിച്ചതുമാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പുമില്ലാതെ ക്ഷേത്രത്തിൽ നിന്നും ആ പൂജാ വേളയിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന ആ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നു. വിശ്വാസികൾ ശക്തമായി പ്രതിഷേധിച്ചതിനെ തുടർന്ന് രാത്രി 8:30 അദ്ദേഹത്തെ വിട്ടയക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ദീപാരാധന അടക്കമുള്ള കർമ്മങ്ങൾ ചെയ്ത് അത്താഴപൂജ നടത്തി ക്ഷേത്ര നട അടയ്ക്കുന്നത്. ഇത് കേരളത്തിലാണ് നടക്കുന്നത് എന്നോർക്കണം. മതേതരത്വ എല്ലാവർക്കും, എല്ലാ മതവിഭാഗങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഭാരതത്തിൽ, അവിടെ കേരളത്തിലാണ് ഇത്തരത്തിൽ പൂജകൾ മുടക്കി പോലീസ് അകാരണമായി അറസ്റ്റ് നടപടിയിലേക്ക് നീങ്ങുന്നത്. നമുക്ക് ഈ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് നന്ദകുമാറിലേക്ക് തന്നെ പോകാം. നന്ദകുമാർ, ഇത് നിങ്ങളൊരു ക്ഷേത്ര ട്രസ്റ്റാണ്, പ്രത്യേകിച്ചും വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഒരു ക്ഷേത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രം വളരെയധികം പാരമ്പര്യമുള്ള, വളരെയധികം വിശ്വാസ സമൂഹം ആരാധിക്കുന്ന മുത്തുമാരിയമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ പൂജാരിക്കാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം ഉണ്ടായത്. എങ്ങനെ കാണുന്നു പോലീസിൻ്റെ ഈ നടപടിയെ? നന്ദകുമാർ. നമസ്കാരം. ഇത് പോലീസിൻ്റെ ഒരു മറ്റ് അക്രമ രാഷ്ട്രീയത്തിലോട്ട് പോകുന്ന വഴിയാണ് ക്ഷേത്രത്തിലും കാണിച്ചിട്ടുള്ളത്. പൂജ മുടങ്ങാൻ 2 നേരത്തെ പൂജയും മുടങ്ങി, നിവേദ്യം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത് 5:45 പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കാക്കിയിട്ട പോലീസുകാർ അകത്ത് വരികയും അവരെ അരുൺ പോറ്റിയാണെന്ന് പറഞ്ഞിട്ടാണ് പുറത്തു കൊണ്ടുപോകുന്നത്. പുറത്തു കൊണ്ട് ജീപ്പിൽ കയറ്റി വിലം കിച്ചു കൊണ്ടുപോകുന്നു. ഇതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഒരു ക്ഷേത്രത്തിലും ഇതുപോലത്തെ അക്രമ പോലീസ് ഇത് കാണിക്കരുത്. ഇത് അക്രമമാണ്. ഈ പോലീസ് കാണിച്ചത് ഈ ക്ഷേത്രത്തിൽ, ഒരു ക്ഷേത്രത്തിൽ എൻ്റെ കേട്ടറിവില്ലാത്ത ഒരിതാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് ഈ ഒരു അക്രമം പോലീസ് കാണിച്ചത്. ചോദിക്കാം, അവരെ ചോദ്യം ചെയ്യാൻ ട്രസ്റ്റ് മെമ്പർമാരെ പോലും അറിയിച്ചിട്ടില്ല. പോലീസ് അകത്ത് വന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുണ്ട്, പ്രസിഡൻ്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആരെ വേണമെങ്കിലും വിളിച്ചാൽ ഉടനെ എത്തി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നട അടച്ചതിന് ശേഷം കൊണ്ടുപോകാം. അതിലൊന്നും നമുക്ക് തടസ്സമില്ല. ഇത് കാണിച്ചത് അനീതിയാണ്, അന്യായമാണ്. ഈ സമയത്ത് പോലീസ് അദ്ദേഹത്തെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് വലിയ കുറ്റവാളി എന്നുള്ള നിലയിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നോ? ക്ഷേത്ര ഭാരവാഹികൾ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അവിടുത്തെ വിശ്വാസികളുടെ പ്രതികരണം? ശ്രീ നന്ദകുമാർ. അവിടെ ക്ഷേത്ര ഭാരവാഹികളോ വിശ്വാസികളോ ആ പ്രദേശത്തില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ വെള്ളിയാഴ്ച ദിവസമാണ് വിശേഷ ദിവസമാണ്. അവിടെ തെളിപ്പുകാരി ഒരമ്മയും
അതുപോലെ തന്നെ ഭക്തജനങ്ങളായ 5-6 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ പോറ്റിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന പുറത്തുള്ളവരാണ് പുറത്ത് കൊണ്ടുപോകാൻ നേരത്താണ് മറ്റുള്ള നാട്ടുകാർ കണ്ടത്. അതിനുശേഷമാണ് ഞങ്ങൾ അറിയുകയും CA വിളിക്കുകയും അത് CA ആദ്യം ഫോൺ എടുക്കാതെ വരാൻ നേരത്താണ് ഞങ്ങൾ നേരിട്ട് 2-3 പ്രാവശ്യം വിളിക്കുകയും മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും ചെയ്തത്. അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്താണ് ഈ അരുൺ പോറ്റിയെ ഒരു ചോദ്യവും ചെയ്യാതെ ഒരു പ്രൈവറ്റ് വാഹനത്തിലൊരു ASI ആണ് കൊണ്ടവിടെ ഇറക്കിയത്. ഈ രാത്രി വൈകി 8:30 വരെ ശ്രീ നന്ദകുമാർ കേൾക്കാമെങ്കിൽ, രാത്രി വൈകി 8:30 വരെ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തുന്നു, ചോദ്യം ചെയ്യലിൻ്റെ പേരിൽ പിടിച്ചിരുത്തുന്നു. വിശ്വാസികൾ എതിർത്തതിൻ്റെ പേരിൽ രാത്രി 8:30യോടുകൂടി ക്ഷേത്രത്തിൽ തിരികെ എത്തുന്നു. അത്രയും സമയം നട തുറന്നിരിക്കുന്നു. പിന്നീട് വന്നിട്ടാണോ അദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണോ പൂജാതി കർമ്മങ്ങൾ പൂർത്തിയാക്കി നട അടച്ചത്? അതുവരെ ക്ഷേത്രത്തിൽ വിശ്വാസികൾ ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ കാത്തു നിന്നോ? അദ്ദേഹം എത്തുമെന്ന് കരുതിയോ? അദ്ദേഹം എത്തുമെന്നുള്ള ഉറപ്പോടെയാണ് ഞങ്ങളവിടെ കാത്തു നിൽക്കുകയും ആ 8:30ക്കാണ് ആ ക്ഷേത്ര നടയിക്കൊണ്ട് ഒരു പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ട് ഇറക്കുക. അതിനുശേഷമാണ് അദ്ദേഹം കുളി കഴിഞ്ഞ് ദീപാവരണം കൊടുത്താണ് നടക്കേണ്ടി വന്നത്. അതിനുശേഷം ട്രസ്റ്റ് കമ്മിറ്റി അടിയന്തരമായിട്ട് കമ്മിറ്റി കൂടുകയും പോറ്റിയിൽ നിന്ന് പരാതി എഴുതി വാങ്ങിക്കുകയും ട്രസ്റ്റിൻ്റെ ലെറ്റർ പേഡിൽ തന്നെ ഫോർട്ട് ACPക്ക് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്ത് അവിടെ പോറ്റിയിൽ നിന്ന് മൊഴിയെടുക്കുകയുണ്ടായി. ഇന്നലെ രാത്രി വൈകിയായിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളടുത്ത് ഫോർട്ട് കാണിച്ചത് കേസെടുക്കുക മാത്രമല്ല ഇവരെ പേരിൽ നടപടി ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു വിശ്വാസമുണ്ട്. നടപടി എടുത്താൽ അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ഷേത്രത്തിലും ഇതുപോലത്തെ അക്രമമായ ഒരു വാഴ്ച ഇതൊന്നും ഒരു പോലീസിന് പറ്റിയതല്ല. ഒരു 9 വയസ്സായ കുട്ടിക്ക് ഒരു ഓർമ്മയുണ്ട്, അമ്പലത്തിൽ പൂജ ചെയ്തുകൊണ്ടെങ്കിൽ ആ നേരത്ത് യൂണിഫൈഡ് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കയറി പോറ്റിയെ കൊണ്ടുപോകാൻ പാടില്ല. അതുപോലും ഈ പോലീസുകാർക്ക് അത്രയ്ക്ക് ആൾതാമസം ഇല്ല എന്നാണ് നമ്മുടെ അറിവ്. ശ്രീ നന്ദകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം അങ്ങ് ചില സമുദായ പ്രവർത്തകൻ കൂടിയാണല്ലോ, അതിൻ്റെ സംഘാടകൻ കൂടിയാണല്ലോ. നാട്ടിലുള്ള മറ്റൊരു ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ പൂജാരിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും പോലീസിൻ്റെ നടപടിക്ക് വിധേയമാകുന്നതും. ആ ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം ഇദ്ദേഹം എത്താമെന്ന് പറഞ്ഞതുമാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടി എങ്ങനെയാണ്? അതെന്നാണ് മോഷണം നടന്നത്? അതിനിപ്പം 8 മണിയോടുകൂടി പൂജാരി വരുമ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ ചോദിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും അങ്ങ് ശ്രീ നന്ദകുമാർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ആ ക്ഷേത്രത്തിലെ മോഷണവുമായി ഇദ്ദേഹത്തിനുള്ള ബന്ധമെന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ പൂജ നടത്തി എന്നുള്ളൊരു ബന്ധം മാത്രമാണോ? അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹവും പോലീസിൻ്റെ സംശയദൃഷ്ടിയിലുള്ള ആളാണോ ഈ പൂജാരി? ഇന്നലെ അറിയാൻ സാധിച്ചത് ഇദ്ദേഹത്തിനെ ശംഖുമം ACയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്ത് വെള്ളിയാഴ്ചയുള്ള പൂജ കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ 10:30 ശംഖുമം ACയുടെ മുമ്പേ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കവെയാണ് വൈകുന്നേരം 5:45 വന്ന് പോലീസ് അകത്ത് വന്ന് 5:45 പോലീസ് വന്ന്. നന്ദകുമാർ, നമുക്ക് തിരികെ എത്താം. നന്ദകുമാർ തുടരുക. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശശികല ടീച്ചർ, തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിലാണ്, മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ പോലീസ് നഗരത്തിലുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇത്തരം കൃത്യം അവർ നടത്തിയിരിക്കുന്നത്. കാരണം ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൂജാരിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പിറ്റേ ദിവസം സ്റ്റേഷനിൽ എത്താമെന്ന് സമ്മതിച്ച ഒരു പൂജാരിയാണ് പൂജാവേളയിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പായി ക്ഷേത്ര നട തുറന്ന് പൂജകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ഷേത്ര പൂജാരിയാണ് ഇതേപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ കുറ്റം ചെയ്തു എന്നുള്ള പേരിൽ അല്ലെങ്കിൽ എന്നുള്ള തരത്തിൽ വിലങ്ങ് വെച്ച് പോലീസ് വണ്ടിയിൽ കൊണ്ടുപോകുന്നത് പൂജാരിയെ. നമ്മൾ മനസ്സിലാക്കണം, ഒരു ക്രൈസ്തവ ദേവാലയത്തിലെ ഒരു പുരോഹിതനെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ? ഒരു ഇസ്ലാം മത അല്ലെങ്കിൽ ഒരു മസ്ജിദിലെ ഒരു പുരോഹിതനെ ഇത്തരത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊന്നും നടക്കാത്ത ഒരു സ്ഥലത്താണ് ഒരു ക്ഷേത്ര പൂജാരിയെ ഇത്തരത്തിൽ യാതൊരു വിധമായ ചട്ടങ്ങളും പാലിക്കാതെ പോലീസ് ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്നത്. എന്താണ് ശ്രീ ശശികല ടീച്ചർ പറയാനുള്ളത്?
ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് നമ്മൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് ഉള്ളിൽ ആ ബോധം തോന്നാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി എന്നതൊരു സത്യമാണ്. ഒരു ക്ഷേത്രത്തിന് അതിന്റെ ആചാരങ്ങളാണ് ഏറ്റവും പവിത്രമായത്. നമുക്കറിയാം, കൊറോണ കാലത്ത് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സമയത്ത് പോലും വളരെ ബുദ്ധിമുട്ടി, ക്ഷേത്രങ്ങളിൽ വരുമാനമില്ലാത്ത കാലത്തും ക്ഷേത്ര നടകൾ തുറന്ന് കൃത്യമായി പൂജാതി കർമ്മങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. കാരണം അത് മുടങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്ര വളരെ ബുദ്ധിമുട്ടിയത്. പൂജാരിമാര് വരാനും ഒക്കെ ബുദ്ധിമുട്ടിയിരുന്നു. നമ്മൾ ഒരു ദിവസം പോലും ക്ഷേത്ര നട അടയ്ക്കാതെ എല്ലാ ക്ഷേത്രങ്ങളും ആ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചു പോന്നു. ഇവിടെ അതാണ് അനാവശ്യമായി ലംഘിക്കപ്പെട്ടത്. ഒരിക്കലും ഈ പൂജാരിയെ വിഗ്രഹത്തിൽ ലയിച്ചു പോവില്ല. പൂജ കഴിഞ്ഞ് തിരിച്ച് അങ്ങനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂജാരിമാരോട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നോ സംശയത്തിൽപ്പെടുത്താൻ പാടില്ല, ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ആ പൂജ അദ്ദേഹം ചെല്ലാമെന്ന് പറഞ്ഞതുമാണ്. പൂജ കഴിഞ്ഞ് അദ്ദേഹത്തെ മാനമര്യാദയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യാമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ആരാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നയാൾ ആരാ? ആ വിളക്ക് കാണുന്നിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കാൻ മാത്രമുള്ള അല്പത്വമുള്ള ഒരു ആഭ്യന്തരമന്ത്രിയുള്ള നാട്ടിൽ ഇതിലപ്പുറം സംഭവിക്കും. തിരുവനന്തപുരം ജില്ലയിലാണല്ലോ മണക്കാട്. ഇവിടെയല്ലേ വിഴിഞ്ഞത്ത് പോലീസ് അടി കൊണ്ടിട്ട് എന്താ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഓരോ കോടതി വിധി നടപ്പാക്കാൻ, ശബരിമലയിലല്ല പറയുന്നത്, മറ്റേ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതി വിധി നടപ്പിലാക്കാനൊക്കെ എന്തുമാത്രം ശരിക്കും പറഞ്ഞാൽ തിരുവാതിര കളിക്കായിരുന്നു. ആരാധനാലയങ്ങളുടെ മുന്നിൽ കടന്ന് ഒരു തിരുവാതിര കളിയും കുമ്മിയടിയൊക്കെയാണ് പോലീസ് നടത്തിയത്. കാരണം അതിനപ്പുറം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. മാറാട് സംഭവം നടന്നപ്പോൾ പ്രതിസ്ഥാനത്തായിരുന്നു പള്ളി. അത് ആ നിലയ്ക്ക് പൂട്ടിയ പള്ളിയായിരുന്നു. എന്നിട്ട് പോലും അവിടെ അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പെരുമാറാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതര മതസ്ഥർക്ക് കിട്ടുന്ന ആ ആനുകൂല്യം ആചാരനിബദ്ധമായ ഹൈന്ദവ സമൂഹത്തിന് നൽകുന്നില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇന്ത്യ മതേതര രാജ്യമാണ് എന്ന് പറഞ്ഞാൽ മതനിരാസമോ മതനിഷേധമോ അല്ല, മതമില്ലാത്ത അവസ്ഥയല്ല. എല്ലാ മതങ്ങൾക്കും കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുത്ത് എല്ലാവർക്കും തുല്യ വിധത്തിലുള്ള പരിഗണന കൊടുക്കുന്നതിനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. ആ തിരുമേനി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോയി എന്നല്ലാതെ മറ്റാർക്കെങ്കിലും ഉത്തരവാദിത്വം. അദ്ദേഹം പറയുന്നുണ്ട്, ശശി ടീച്ചർ, ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചത് ഇതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ തീർച്ചയായും പരിപാവനമായ ഒരു ക്ഷേത്ര നടയിന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്തറിവിന്റെ പുറത്തായിരുന്നു വിലങ്ങ് വെച്ച് കൊണ്ടുപോയത്? അദ്ദേഹം ഓടി രക്ഷപ്പെടുമായിരുന്നു. ഒരു അറസ്റ്റിൽ പാലിക്കേണ്ട, മിനിമം പാലിക്കേണ്ട എന്തെങ്കിലും മര്യാദകൾ അവിടെ പാലിച്ചിട്ടുണ്ടോ? ആ ക്ഷേത്ര നട തുറന്നിട്ടുകൊണ്ട് അത്തരത്തിൽ തിരുമേനിയെ കൊണ്ടുപോയത് അക്ഷന്തവ്യമായ അപരാധമാണ്. ആരാണോ അതിന് ഉത്തരവാദി ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കണമെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇനി ഇത്തരത്തിൽ ആരാധനകൾക്കും മുടക്കം വരുത്തിക്കൊണ്ട്, ആചാരങ്ങൾക്കും മുടക്കം വരുത്തിക്കൊണ്ട് ഉള്ളൊരു കടന്നുകയറ്റം ഇനി ഒരാൾക്കും നടത്താൻ സാധിക്കരുത്. ആ നിലയിൽ കാര്യങ്ങൾ നടങ്ങണമെങ്കിൽ ഇവിടെ മാന്യമായി ഇപ്പോൾ തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കുള്ളൂ. ഇതൊരു പൊതുജനമല്ല കാണിച്ചത്. ഈ നീതിയും നിയമവും മതേതരത്വം ഒക്കെ പാലിക്കേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഈ അപരാധത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ശശികല ടീച്ചർ, ഇത് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. പോലീസിന് ഇത് കാണിച്ചത് തെറ്റാണ് എന്ന് ബോധ്യമായി. അതുകൊണ്ടാണല്ലോ 8:30 ഒരു സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹത്തെ കൊണ്ട് തിരികെ വിടുന്നു. ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും ഇതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തു നിന്ന്, LDFന്റെ പക്ഷത്തു നിന്ന്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ CPMന്റെ ഭാഗത്തു നിന്നോ LDF ഘടകകക്ഷിയിലെ ആളുകൾ പോലും വരുന്നില്ല. ഈ വിഷയത്തിലൊന്നും പറയാനില്ല എന്ന് പറയുന്നു. കാരണം അവർക്കറിയാം ചെയ്തത് തെറ്റാണ് എന്ന് അവർക്കറിയാം. പക്ഷേ ഇത് സമ്മതിക്കാനും കഴിയുന്നില്ല. അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ശശികല ടീച്ചർ, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഇതര മതത്തിലെ ഒരാളോടാണ് ചെയ്തിരുന്നത് എങ്കിൽ ചാനലുകളിലേക്ക് ഓട്ടമായിരുന്നില്ലേ അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്? ഇവിടെ അവർക്കൊന്നും പറയാനില്ലാത്തത് എന്തുകൊണ്ട്? മറ്റുള്ളതാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ മറ്റേ കാളിദാസനെ വാത്മീകിയൊക്കെ തോൽപ്പിക്കുന്ന വിധത്തിൽ അവരുടെ സാഹിത്യം വരുമായിരുന്നല്ലോ. ആത്മരോഷം പടരുമായിരുന്നല്ലോ അവർക്ക്. ചാനലുകൾ തോറും ഓട്ടമായിരിക്കില്ലേ അവർക്ക്? പറഞ്ഞാലും തീരില്ലല്ലോ. ഇവിടെ എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നത്? അപ്പൊ ഹിന്ദുവിനോട് എന്തു ആകാം? തെറ്റുപറ്റി എന്നുള്ളത് എന്താ? പൂച്ചക്കുട്ടിയെ പിടിച്ച അതേ സ്ഥലത്ത് കൊണ്ടുപോയില്ലേ? ആ പൂച്ചക്കുട്ടിക്ക് പോലും ഉണ്ടാകും മിനിമം അതിൻ്റെതായ അവകാശങ്ങൾ. ഇതൊരു ക്ഷേത്ര നടയിൽ നിന്ന് ഭക്തജനങ്ങളുടെ മുന്നിൽ നിന്ന് ആചാരം മുടക്കി കൊണ്ടുപോയി തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ തന്നെ ഒരു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവിടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാരമാണോ ഈ കാര്യങ്ങൾ? തീർച്ചയായും അതിന് ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണം. ശരിക്കും പറഞ്ഞാൽ ആ പൂജാരിയോട് അവർ മാപ്പ് പറയണം. പരസ്യമായിട്ട് ആ ക്ഷേത്ര നടയിൽ വന്ന് പൂജാരിയോട് മാത്രമല്ല ഭഗവാനോട്, മൂർത്തിയോട് വേണമെന്നാണ് ഞാൻ പറയാം. പിഴപ്പണം തൊട്ട് അവിടെ ഒന്ന് മാപ്പ് പറഞ്ഞു പോകണം അവർ ആചാരങ്ങൾ മുടക്കിയതിന്. എങ്കിൽ മാത്രമേ ഇനി ഇത് എവിടെയും ചെയ്യാതിരിക്കുള്ളൂ. ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, ഇങ്ങനെ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ആചാരങ്ങൾ, പ്രത്യേകിച്ചും അദ്ദേഹം നട തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ഷേത്രത്തിലെ ആചാരം എന്ന് പറഞ്ഞാൽ നട വൈകിട്ട് തുറന്നു കഴിഞ്ഞാൽ നിരവധി പൂജാകർമ്മങ്ങളുണ്ട്. പൂജാകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദീപാരാധന, അത്താഴ പൂജ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ക്ഷേത്ര പൂജാരി അന്ന് ചെയ്ത പൂജകൾക്കെല്ലാം
സമസ്താപരാധം പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡപത്തിൽ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ച് നടയടച്ചാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇതൊന്നും നടത്താൻ സമ്മതിക്കാതെ പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയാണ്. ചോദ്യം ചെയ്യാൻ എന്നുള്ള പേരിലാണ്. പിറ്റേ ദിവസം എത്താമെന്ന് അറിയിച്ചതുമാണ്. അദ്ദേഹം തിരികെ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് എത്ര വേദനയോടെ ആവും അദ്ദേഹം തിരികെ ആ നടയിലേക്ക് കയറിയത്. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം. അത് പൂജാരിയല്ല, ആ ക്ഷേത്ര ഭാരവാഹിയാണ് ചെയ്യണം. പക്ഷേ ഒരാളെ ചോദ്യം ചെയ്യാൻ ഇങ്ങനെയാണോ വിളിക്കേണ്ടത് എന്നുള്ളതാണ് സംശയം. ശശികല ടീച്ചർ. അല്ല, അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെയാണ് ശിക്ഷിക്കേണ്ടത്, ഭഗവാനെയല്ല. ഇവിടെ ശിക്ഷിച്ചത് ആരെയാ? മൂർത്തിയല്ലേ, ഭക്തജനങ്ങളെയല്ലേ. ഇപ്പോ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ ഇദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടിട്ടാണ് തിരിച്ചുവിട്ടതെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപരാധി തന്നെയാണ് എന്ന് കൂട്ടുക. അപരാധിയാണെങ്കിലും അവിടുത്തെ ഭക്തജനങ്ങളെയോ അവിടുത്തെ ആചാരങ്ങളെയോ അവിടുത്തെ ക്ഷേത്രത്തിലെ മൂർത്തിയോ അല്ല ശിക്ഷിക്കേണ്ടത്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടാണ് കൊണ്ടുപോകേണ്ടത്, അപരാധിയാണെങ്കിൽ പോലും. കാരണം ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ ഇവരെവിടെയായിരുന്നു? അതിനു മുൻപ് അവർക്ക് കൊണ്ടുപോകാമായിരുന്നില്ലേ? അപ്പൊ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരിക്കലും ഭംഗം വരാതെ അത് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകാൻ ഇദ്ദേഹം ഓടിപ്പോവില്ലേ, വിഗ്രഹത്തിൽ ലയിച്ചു പോയില്ലേ, ഇതൊന്നും സംഭവിക്കില്ല. അപരാധിയാണെങ്കിൽ പോലും കാത്തു നിൽക്കാമായിരുന്നു. അപ്പൊ ഇവിടെ അപരാധിയല്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ കൊണ്ടുവിട്ടത്. അപ്പോൾ എന്ത് തന്നെയായാലും പൂജാരിയോടും അവിടുത്തെ മൂർത്തിയോടും അവിടുത്തെ ഭക്തജനങ്ങളോടും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിന് ഈ 3 വിഭാഗങ്ങളോടും അതിന് വേണ്ടുന്ന നടപടികൾ ചെയ്യണം. ഒപ്പം തന്നെ ഇതിന് ആരാണോ കാരണക്കാര്, ഇത്രയും എടുത്തുചാട്ടം ആരാണോ ചെയ്തത്, ഇത്രയും തെമ്മാടിത്തം ആരാണോ ചെയ്തത്, അവർക്കെതിരെ അച്ചടക്ക നടപടി, ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടായേ മതിയാകും. തീർച്ചയായും അവർക്കെതിരെ എന്തായാലും നടപടി ഉണ്ടാവണം. ചെയ്തത് തെറ്റാണെന്ന് ചെയ്തവർക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പോലും അതിനെ പ്രതിരോധിക്കാൻ പോലും ആരും എത്താതിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് അദ്ദേഹം തുടരുന്നുണ്ട്, നന്ദകുമാർ തുടരുന്നുണ്ട്. നന്ദകുമാർ, ഇദ്ദേഹത്തെ ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആരും അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ഏത് സമയത്താണ് ഇതറിയുന്നത്? പിന്നീട് ആരെയാണ് ബന്ധപ്പെട്ടത്? ആ സ്ഥലത്തെ MLA ആരാണ്? അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞോ? അല്ലെങ്കിൽ ഈ പോലീസിൽ നിങ്ങൾ ഏത് തരത്തിലാണ് ഇത് ചെയ്തത് തെറ്റാണ് എന്നുള്ള തരത്തിൽ നിങ്ങളുടെ പ്രതിഷേധം നിങ്ങൾ ഏത് തരത്തിലാണ് പോലീസിനെ അറിയിച്ചത്? ശ്രീ നന്ദകുമാർ. എന്നെ വിളിച്ച് പറയുന്നത് ആ പ്രദേശത്തുള്ള ഒരു പൂക്കടയിലെ ഒരു ചേട്ടനാണ് വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ പോലീസിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ കയറിക്കൂടെ, എൻ്റെ അമ്മ മരണപ്പെട്ട് ഇന്നാണ് 16 കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിളിച്ച് സെക്രട്ടേറിയയ്ക്കും മറ്റ് ഭാരവാഹികളെ അറിയിച്ചിട്ട് പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ ചെല്ലാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഉൾപ്പെടെ പൂന്തറ CA വിളിച്ചു സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ മുടന്തൻ നായങ്ങൾ വേറെയാണ്, അതൊന്നും ചാനലിൽ കൂടെ പറയാൻ സാധിക്കില്ല. അവസാനം തിരിച്ച് ഞങ്ങൾ ശക്തമായിട്ട് ഫോണിൽ കൂടെ തന്നെ, ആ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളെ 2-3 ഭാരവാഹികളും ഞാൻ ഉൾപ്പെടെ ഫോണിൽ കൂടെ ശക്തമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്താണ് ഇവർ 8:30 ഞങ്ങൾ ആരും വരൂല, ആട്ടേക്കയറ്റി വിടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആ അമ്പലത്തിൻ്റെ നടയിൽ തന്നെ ആ പൂജാരിയെ കൊണ്ട് വിട്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഭക്തർക്ക് ഈ പൂജാരിയെടുത്തുള്ള വിശ്വാസം ഉണ്ടാവുകയുള്ളൂ, അയാൾ തെറ്റുകാരനല്ല എന്നറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രൈവറ്റ് വാഹനത്തിലാണ് അവിടെ കൊണ്ട് എത്തിക്കുകയും ഞാൻ സ്ഥലത്ത് പുറത്തുണ്ടായിരുന്നു. അവിടെ ഉടനെ ഭക്തർ കൂടി കൊണ്ടിറക്കിയ സിവിൽ പോലീസിനെയും SIയും ഒരു ശക്തമായിട്ട് പ്രതിഷേധം അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതും CAയും SIയും ഒരു ടീം തന്നെ പൂന്തറയിൽ നിന്ന് അവർ ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ ഫോൺ എടുത്തിട്ടില്ല. ഞങ്ങൾ പോയത് 4th പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കാൻ വേണ്ടി പോയത്. അവിടെ ഞങ്ങൾ ഇരിക്കെ പോയ ACP സാറ് ഉടനെ തന്നെ അവിടെ എത്തുകയും നമ്മുടെ പരാതി വാങ്ങുകയും മേടിയിൽ നിന്നുള്ള വിളിയുടെ അടിസ്ഥാനത്തായിരിക്കും നമ്മളിൽ നിന്ന് ആ പോറ്റിയിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചു. എന്തായിരുന്നാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് 12:30 മണിക്ക് കഴിഞ്ഞു 4th പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്ത് ഇവർക്ക് തക്കതായ നടപടി ഉണ്ടാവും എന്നാണ് നമ്മളടുത്ത് അറിയിച്ചിട്ടുള്ളത്. അത് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടി കോടതിയിൽ വരെ എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇനി ഒരിക്കലും ഒരു ആരാധനാ ക്ഷേത്രങ്ങളിലും ചെല്ലരുത്. ഇങ്ങനെ അവർക്ക് ചോദിക്കാം. നമ്മുടെ അമ്പലത്തിൽ 3 നടയുണ്ട്, 3 വാതിലുണ്ട്, മെയിൻ നടയും സബ് നടയും ഉണ്ട്. ആ ഭാഗത്ത് ഇവർക്ക് 8 മണി നട അടച്ചതിന് ശേഷം പോലീസ് പോറ്റി പുറത്തിറങ്ങാൻ നേരത്തെ അവർക്ക് കൊണ്ടുപോവാം, അത് വേറെ. ഈ അതിക്രമം എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാക്കൂല. ആ രീതിക്കാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ഈ
പോറ്റിയെ കൊണ്ടുപോയത്. അതുകൊണ്ട് അതിന് നമുക്ക് അങ്ങേയറ്റം പ്രതിഷേധമൊന്നുമല്ല, മൊത്തം അവിടുത്തെ ഭക്തജനങ്ങൾ ഇന്നലെയും ഇന്നുമായി പ്രതിഷേധിക്കുന്നുണ്ട്. അത് വേണ്ട നടപടികൾ മേലുദ്യോഗസ്ഥരൊന്നും ഉണ്ടാവും ഇവർക്കെതിരെ എന്നാണ് നമുക്ക് വിശ്വാസം. എന്തായാലും അത്തരം നടപടികൾ ക്ഷേത്ര വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായില്ല എങ്കിൽ ഇതിനും മുകളിലുള്ള നടപടികൾ വേണമെങ്കിൽ ശ്രീകോവിലിൽ പൂജിച്ചു കൊണ്ടിരിക്കുന്ന പൂജാരിയെ ശ്രീകോവിലിനകത്ത് കയറി പൂജാരിയെ പിടിച്ചു വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. ഇതേപോലെ മിണ്ടാതിരുന്നാൽ ഇതൊക്കെ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. BJPയുടെ പ്രതിനിധി ശ്രീ BG വിഷ്ണു കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിഷ്ണു, ഈ വിഷയമായതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ആരും ഭരണപക്ഷത്തു നിന്ന് ആരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. കാരണം തെറ്റാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ അത് തുറന്നു പറയാനും സാധിക്കുന്നില്ല. BG വിഷ്ണു, നമുക്ക് ഓർമ്മ വരുന്നത് ഈ പഴയ മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ്, അദ്വൈതം എന്നുള്ള സിനിമയാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും, ഒരു പൂജാരിയെ, ക്ഷേത്രത്തിൽ കുറ്റം ചെയ്യാത്ത ഒരു ബ്രാഹ്മണനായ ഒരു പൂജാരിയെ പോലീസ് വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നു. മനംനൊന്ത് ആ പൂജാരി ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് ആ സിനിമയിലെ കഥയുടെ ഒരു സന്ദർഭം അതാണ്. അതിനെ ദ്യോതിപ്പിക്കുന്ന തരത്തിലാണ് പോലീസ് കേരളത്തിൽ പെരുമാറുന്നത്. പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൂജാരിയെ ചോദ്യം ചെയ്യാനെന്നുള്ള പേരിൽ ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ അവിടെ നിന്ന് കൂച്ചുവിലങ്ങിട്ട് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. ഒരു കൊലപാതകയെ കൊണ്ടുപോകുന്ന പോലെ, ഒരു പീഡനക്കേസിലെ പ്രതിയെ കൊണ്ടുപോകുന്നത് പോലെ. ഇനി അദ്ദേഹം മോഷണക്കേസിലെ പ്രതിയാണെന്ന് തെളിയട്ടെ, പക്ഷേ അതിനും കൊണ്ടുപോകുന്നതിന് ഒരു മാന്യതയില്ല. ഇത്തരത്തിലാണ് തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിലെ ക്ഷേത്രത്തിൽ, അതും വിശ്വകർമ്മരുടെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലാണ് പോലീസ് ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത്. എങ്ങനെ കാണുന്നു ഈ നടപടിയെ വിഷ്ണു? പോലീസിന്റെ നടപടി അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ തന്നെ കേരളത്തിൽ നടത്തിവരുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് മുസ്ലിം പ്രീണനം തന്നെയാണ്. ഇതിനേക്കാൾ ഭീകരമായ സംഭവങ്ങൾ, ഇതൊരു ആരോപണം മാത്രം. പക്ഷേ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ആരാധനയുമായി ബന്ധപ്പെട്ട് വിശ്വകർമ്മരുടെ ഒരു പ്രധാന ക്ഷേത്രത്തിൽ ഒരു അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഇനി പരാതി വ്യാജമോ സത്യമോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹം നാട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ടൊന്നുമില്ല. അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, ശ്രീകോവിലിൽ എല്ലാ ദിവസവും പൂജയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഒന്നുകിൽ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ കേരളത്തിലെ സംഘടിതരല്ലാത്ത ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് നേരെ ദുർബല വിഭാഗത്തിൽപ്പെട്ട വിശ്വകർമ്മരുടെ ക്ഷേത്രത്തിൽ എന്തും കാണിക്കാമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം കേരളത്തിലെ പോലീസിനുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ LDFന്റെ ഒന്നാം സർക്കാരിന്റെ ഭരണകാലത്തും ഇതുപോലത്തെ ഭീകരമായ സംഭവങ്ങൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ നേരിടാറുണ്ട്. കാട്ടാക്കടയിലടക്കം ക്ഷേത്രങ്ങളിൽ LDFകാരും പോലീസുകാരും നേരിട്ട് കയറി ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പോലീസിന് ക്ഷേത്രങ്ങളിൽ കയറി എന്തും ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യം നമ്മൾ ശബരിമലയിൽ കണ്ടതാണല്ലോ, ഇരുമുടിയുമായി പോകുന്ന ഭക്തരെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച ശബരിമലയിൽ കണ്ടതാണ്, അധികം കഴിഞ്ഞിട്ടില്ല. ശബരിമല പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ ഇതൊക്കെ ചെയ്യുന്നവർക്ക് കേരളത്തിലെ സാധാരണക്കാരായ ദുർബല പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ എന്തും കാണിക്കാനുള്ള ലൈസൻസ് കിട്ടിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതുപോലെ മറ്റൊരു മതസ്ഥരുടെ ആരാധനാലയത്തിലാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പോലീസ് ഇത്തരത്തിൽ ഇടപെടുമായിരുന്നോ? ആ പരാതി പോലും ചിലപ്പോൾ സ്വീകരിക്കപ്പെടുമായിരുന്നു. എത്രയോ മുസ്ലിം പള്ളികളിലാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നത്. മുസ്ലിം പള്ളികളുടെ മദ്രസകളിൽ എത്രയോ മൗലവിമാർക്കെതിരെ പീഡന പരാതികൾ പോലും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇന്നുവരെ ഒരു മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി ആ പീഡന പരാതിയിൽ പ്രതിയായ, പോസ്കോ കേസിൽ പ്രതിയായ ഏതെങ്കിലും മൗലവി അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല. അവരുടെയൊക്കെ സൗകര്യാർത്ഥം, അവരുടെയൊക്കെ സംരക്ഷണാർത്ഥം മാത്രമേ പോലീസ് ഇടപെട്ടിട്ടുള്ളൂ. അപ്പോൾ അത്യന്തം നീചമായ കേസുകളിൽ പോലും പോലീസുകാർ വളരെ ഈ പറഞ്ഞതുപോലെ വളരെ സ്വീകാര്യമായ നിലയിൽ ഒരു വിഭാഗത്തെ സമീപിക്കുകയും ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വിഭാഗത്തെ സമീപിക്കുകയും ചെയ്യുന്നത് തികച്ചും സർക്കാർ തുടരുന്ന പ്രീണന നയത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോസ്റ്റൽ ബെൽറ്റിലെ ചില മേഖലകളിൽ പോലീസുകാർ ഏതോ ഒരു മതവിഭാഗത്തിന്റെ മെമ്പർമാരെ പോലെയാണ് പലപ്പോഴും മതവിഭാഗത്തിൽപ്പെട്ട അംഗസംഖ്യ കുറയുള്ള വിഭാഗങ്ങളോട് നേരിടുന്നത്. ഇത് തീരദേശങ്ങളിൽ വളരെ സജീവമാണ്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നമ്മളിന്ന് ചർച്ചയ്ക്കെടുത്തേ ഉള്ളൂ. അപ്പോൾ തീരദേശ പോലീസ് സ്റ്റേഷനിൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കെതിരെ സംഘടിതമായ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരും അവരുടെ നേതൃത്വവും, രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്. അത് CPM മാത്രമല്ല, കോൺഗ്രസിനും അതിൽ മുഖ്യ പങ്കുണ്ട്. തീരദേശ പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസിന്റെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല, മറ്റൊരു ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ കേരളത്തിലെ തീരദേശ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറുന്നത് വളരെ വ്യാപകമാണ്. അപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയും. ശ്രീ വിഷ്ണുവിലേക്ക് തിരികെ എത്താം. ശ്രീ നന്ദകുമാർ, ഈ വേണ്ട നിലയിൽ ക്ഷേത്രഭക്തർ ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾക്ക് വേദനയുണ്ട്,
അങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ നിങ്ങൾ പ്രകടമായി എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധ രൂപത്തിൽ നിങ്ങൾ ഭക്തർ ഒരു പ്രതിഷേധ രൂപത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മുമ്പിലേക്ക് വരുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം, നന്ദകുമാർ? എന്തായാലും ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി പരാതി ACPക്ക് കൊടുത്തിട്ടുണ്ട്. നാളെ ബാക്കി മേലുദ്യോഗസ്ഥർക്കും കൊടുക്കും. 2 ദിവസം കഴിഞ്ഞാൽ അതിനെന്താണ് ചെയ്യേണ്ടത് ആലോചിച്ച് ചെയ്യും. അവർ നടപടി എടുക്കും എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസം. നാളെ മുഖ്യമന്ത്രിക്കും DGPക്കും ADPGക്കൊക്കെ നമ്മൾ നേരിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി മെയിൽ അയക്കും. ഈ പരാതി കൊടുക്കുന്നതല്ലാതെ ഈ വിഷയം അറിഞ്ഞോടുകൂടി ഏതെങ്കിലും ഇപ്പോൾ ഈ ജനൻ TV അടക്കമുള്ള മാധ്യമങ്ങൾ, ജനൻ TV മാത്രമല്ല ഇന്ന് മറ്റു മാധ്യമങ്ങൾ ഈ വാർത്തകൾ ഒക്കെ നൽകി. ഈ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നു. ഏത് തരത്തിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇക്കാര്യത്തിൽ ഒരു സമീപനം ഏത് നിലയിൽ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു വിശ്വാസം? ഇക്കാര്യത്തിൽ പോലീസ് കാണിച്ചത് തെറ്റാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. ഇനിയും അവരുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടി വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നന്ദകുമാർ? അവർ ഒരു ക്ഷേത്രത്തിൽ അതിക്രമിച്ചാണ് ഒരു പോറ്റിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ എന്താണ് അതിൻ്റെ നടപടി എന്നുള്ള കാര്യം അവർ യുക്തിയോടെ ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാമെന്നുള്ളത്, അറിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റപ്പെടുത്താനല്ല, അവരെ ജോലി ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. അത് പുറത്ത് വെച്ച് ചെയ്യാം. ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി ചെയ്തതിന് അങ്ങേറ്റവും വിഷമം കൊണ്ടാണ് ഇതിന് ഇത്രയും പ്രതിഷേധമായി പറഞ്ഞതുപോലെ ജനൻ TV ഉൾപ്പെടെ നമ്മളെ ഈ ക്ഷേത്രത്തിലെ ഈ പൂജാരിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ഇന്നലെ രാത്രി മുതൽ ലൈവ് കൊടുക്കുകയും എല്ലാ ചാനലും. അപ്പോൾ അത് തെറ്റായതുകൊണ്ടാണ് ചെയ്തത്. പോലീസ് തെറ്റായതുകൊണ്ടാണല്ലോ ഈ പോലീസിനെ അനുകൂലിക്കുന്നില്ലല്ലോ. അവർ ചെയ്തത് തെറ്റാണ്. കമ്മീഷണർ ഉൾപ്പെടെ മറ്റു ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതിന് നടപടിയെടുക്കും. അത് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് എടുത്തില്ലെങ്കിൽ എന്താണെന്ന് ട്രസ്റ്റുമായിട്ട് കൂടി ആലോചിച്ച് ഉടൻ തന്നെ തീരുമാനിക്കും. ശ്രീ BG വിഷ്ണു, ഇത് തന്നെയാണ് നമ്മളുടെ ഈ ഏതൊരു വിഷയമുണ്ടായാലും അക്കാര്യത്തിൽ പ്രതികരിക്കുന്നതിനനുസരിച്ച് പോലീസ് നടപടിയെടുക്കുകയുള്ളൂ. നമ്മളൊരു പരാതി കൊടുത്താൽ പോലും അക്കാര്യത്തിൽ നമ്മൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാലേ അതിലൊക്കെ അന്വേഷണം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളിൽ പ്രതിഷേധം ഉയർന്നു വരുമെന്നുള്ളൊരു ഭയപ്പാടിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് രാത്രി 8:30 അദ്ദേഹത്തെ വിട്ടയക്കുന്നത്. പക്ഷേ പോലീസ് തെറ്റുപറ്റിയെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇക്കാര്യത്തിലൊന്നും ഹൈന്ദവ സമൂഹം കൃത്യമായി പ്രതികരിക്കില്ല എന്ന് കൃത്യമായി പോലീസിന് ബോധ്യമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ശ്രീ വിഷ്ണു? അല്ല, സംശയം എന്താണ്? ഹൈന്ദവ സമൂഹം പ്രത്യേകിച്ച് പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്കെതിരെ എന്ത് അതിക്രമവും നടത്താമെന്ന് കൃത്യമായി പോലീസിന് അറിയാവുന്നതുകൊണ്ട്. കാര്യം അവർ സംഘടിതരല്ല, അവർ ഒരു പ്രത്യേക രാഷ്ട്രീയ ശക്തിയല്ല, അവർ സമൂഹത്തിൽ വലിയ സാമ്പത്തിക ഉന്നമനവും വ്യാവസായിക മേഖലയിലും അടുത്ത് നിൽക്കുന്നവരല്ല. അതുകൊണ്ട് അവർക്കെതിരെ എന്തും ആകാം എന്നുള്ള പോലീസിൽ ഒരു ധാരണയുണ്ട്. ചിലപ്പോൾ ആ ധാരണ ശരിയായിരിക്കും. അവർ ദുർബല വിഭാഗക്കാരാണ്, അവർക്ക് വലിയ സാമ്പത്തികമോ രാഷ്ട്രീയപരമായോ സ്വാധീനം സമൂഹത്തിലില്ലായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറിയ വിഭാഗങ്ങൾക്കെതിരെ ഹൈന്ദവ സംഘടനകളോട് എടുക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടത്. കാരണം കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലും പോലീസിന് ഏത് സമയത്തും കയറി തങ്ങൾക്ക് തോന്നിയതുപോലെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ധാരണ കേരളത്തിൽ ഇടതു ഭരണകാലത്ത് വളരെ ശക്തമായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പോലീസിന് അത്തരത്തിൽ എന്ത് നിയമപരമായ അവകാശമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനുള്ളത്? അവിടുത്തെ ആരാധന തടസ്സപ്പെടുത്താനും ആ സമയത്ത് പൂജാരി അറസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഒരു ധാരണയുണ്ട്, ഇവിടെ എന്തും ആവാം, ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ തങ്ങൾക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കില്ല, ഇല്ലെങ്കിൽ ഒരു മേലധികാരി ഞങ്ങൾക്ക് മുകളിൽ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ ധാരണ അവർക്ക് ഉണ്ട്. കാരണം ഒരു ക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്തൊക്കെ മിനിമം പാലിക്കണമെന്നും അത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിക്കോട്ടെ, ഇല്ലെങ്കിൽ ആരോപണ വിധേയയുടെ ബാധിതനായ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിക്കോട്ടെ, എങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തവരല്ലല്ലോ കേരളത്തിലെ പോലീസുകാർ. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേതെങ്കിലും ആരാധനാലയങ്ങളായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള നടപടി ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസ് സ്വീകരിക്കുമായിരുന്നു. ഒരിക്കലുമില്ല. അവർ വളരെ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അവർ സ്റ്റേഷനിലേക്ക് വിളിച്ച് ആഹിത്യത്തിൽ കൊണ്ടുവന്നായിരിക്കും അത്തരത്തിലുള്ള വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്, അറിയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധ്യത ഒരിക്കൽ പോലും പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും വിഷ്ണു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ നന്ദകുമാർ, ക്ഷേത്രത്തിൻ്റെ പൂജാരി അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് കരുതുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ പരിധി ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA ആരാണ്? അദ്ദേഹം MLA ആരാണ്? കടകംപള്ളി സുരേന്ദ്രനാണോ? ആരാണ് MLA? അദ്ദേഹത്തെ ഇക്കാര്യം അറിയിച്ചോ? ഇത് കോർപ്പറേഷൻ പരിധിയാണോ പഞ്ചായത്ത് പരിധിയാണോ? ഈ ജനപ്രതിനിധികൾ
കാലാകാലം വോട്ട് വാങ്ങാൻ വരുന്ന നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ വോട്ട് വാങ്ങാൻ വരുന്ന ജനപ്രതിനിധികൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അവർ ഇക്കാര്യത്തിൽ ഇടപെട്ടോ? അവർക്ക് ഇക്കാര്യത്തിൽ പ്രതികരണമുണ്ടോ? നിങ്ങൾ അത് അന്വേഷിച്ചിട്ടുണ്ടോ ശ്രീ നന്ദകുമാർ? നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്നത് ആന്റണി രാജു MLA ആണ്. ഇതുവരെ ഒരു പ്രതികരണവും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇതുവരെ എന്താണെന്ന് അപ്പം ഇതുവരെ ചോദിച്ചിട്ടില്ല. മുൻ ദേവസ്വം മന്ത്രിയും കൂടിയായ V. ശിവകുമാർ ഈ മണ്ഡലത്തിലുള്ളതാണ്. അതും എന്താണ് ഇത്രയും വന്നിട്ടും ചോദിച്ചിട്ടില്ല. മറ്റ് ജനപ്രതിനിധികൾ ജനപ്രതിനിധികളായ കൗൺസിലർമാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചോദിച്ചിട്ടില്ല. അദ്ദേഹം അറിഞ്ഞിരിക്കില്ല. അത് ദേവസ്വം മന്ത്രിമാർക്കൊന്നും പഞ്ഞമില്ല. ജനപ്രതിനിധികളായ വാർഡിലെ കൗൺസിലർമാരാണ് ഇന്ന് രാവിലെയും ഇന്നലെ രാത്രി പറയുന്നത്. ജനപ്രതിനിധി എന്നുള്ള രീതിക്ക് പറയുന്നതാണ്. കൗൺസിലർമാർ എന്താണെന്നെങ്കിലും വന്ന് ചോദിക്കാനുള്ള സന്മനസ് കാണിച്ച് അത് വളരെ സന്തോഷമുണ്ട്. ഈ MLA അടക്കമുള്ള ആളുകളെ അവർ അന്വേഷിക്കുന്നില്ല. അവർക്ക് ഇക്കാര്യത്തിലൊന്നും അവർ ഇടപെടുന്നില്ല. പൂജാരിയോ ആരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകട്ടെ, അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. എങ്കിലും ഈ നമ്മളൊരു വോട്ടർമാർ എന്നുള്ള നിലയിൽ അവരുടെ മുമ്പിൽ ഈ വിഷയം നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? അവതരിപ്പിക്കേണ്ടതല്ലേ? ഈ ആന്റണി രാജു എന്ന് പറയുന്ന അദ്ദേഹം കേരള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് MLA ആകുന്നത്, മന്ത്രിസ്ഥാനത്തിൽ നിന്ന് മാറപ്പെടുന്നത്, അല്ലെങ്കിൽ മുന്നണിയുടെ സംവിധാന പ്രകാരം. ഈ ആന്റണി രാജുവിനെ, അദ്ദേഹം നമ്മുടെ എല്ലാം ജനപ്രതിനിധിയാണല്ലോ, അവിടെ ഈ പറയുന്ന മണക്കാട് കൂടി ഉൾപ്പെട്ട പ്രദേശത്തെ ജനപ്രതിനിധിയാണ്. അദ്ദേഹം എല്ലാവരുടെയും MLA ആണ്. അദ്ദേഹത്തെ നിങ്ങൾ നേരിൽ കണ്ട് ഇങ്ങനെ ഞങ്ങൾക്കൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ നിങ്ങൾ ധരിപ്പിക്കേണ്ടതല്ലേ? അത്തരത്തിലുള്ളൊരു നീക്കം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ ശ്രീ നന്ദകുമാർ? ഇതുവരെ നടത്തിയിട്ടില്ല. ഇത് നാളെ തന്നെ ഇതിനെ അദ്ദേഹത്തിനെ അറിയിക്കാൻ വേണ്ടി ഒരു ലെറ്റർ കൊടുക്കും. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നാളെ സംസ്ഥാന അധ്യക്ഷൻ നന്ദകുമാർ തുടരുക. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി, അദ്ദേഹം പ്രമുഖ സംവിധായകൻ കൂടിയാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ വിജി തമ്പി, കേരളത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കാര്യം അങ്ങ് അറിഞ്ഞു കാണും. ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു പൂജാരിയെ ചോദ്യം ചെയ്യാനെന്നുള്ള പേരിൽ പൂജ മുടക്കി, ദീപാരാധന മുടക്കി, അത്താഴ പൂജ മുടക്കി, ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നു. ചോദ്യം ചെയ്യാനാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രതിയല്ല. കേസിൻ്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, ഒന്നുമില്ല. അദ്ദേഹത്തെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ഈ കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ടോ? എന്താണ് വിശ്വ ഹിന്ദു പരിഷത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ശ്രീ വിജി തമ്പി. നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് കേരളത്തിലേ നടക്കൂ. കാരണം കേരളത്തിലാണ് ഇതുപോലെ എല്ലാം നടക്കുന്നത്. ഹിന്ദുക്കൾക്കെതിരെയുള്ള എല്ലാ അതിക്രമങ്ങളും എല്ലാ രീതിയിലുള്ള പാർശ്വവൽക്കരണവും നടക്കുന്നത് കേരളത്തിലാണ്. ആലോചിച്ച് നോക്കൂ, ഒരു ക്ഷേത്രത്തിൽ കയറി ആ പൂജ നടത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്ര പൂജാരിയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം നികൃഷ്ടമാണ് ആ തീരുമാനമെന്ന് ആലോചിക്കൂ. ഇപ്പോ അദ്ദേഹം വേറെ എന്തെങ്കിലും കൊലപാതക കുറ്റം ചെയ്ത ആളാണെങ്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ക്രിമിനൽ കേസ് പോലോ ആയിരുന്നെങ്കിൽ എങ്കിൽ പോലും ആ ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ച് അവരുടെ സാന്നിധ്യത്തിൽ മറ്റൊരു പൂജാരി വന്ന് പൂജകൾ തുടരാനും അതിനുശേഷമാണ് അദ്ദേഹത്തെ അവിടെ ഇറക്കി കൊണ്ടുപോകാൻ. അല്ലാതെ ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൂജ മുടക്കിയിട്ട് ഇറക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ തീർത്തും അത് പ്രതിഷേധാർഹമാണ്. അതിന് തീർച്ചയായിട്ടും അത് ഹിന്ദു സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു സംശയവുമില്ല അതിൽ. ഇപ്പൊ അയാൾ തെറ്റുകാരനല്ലേ എന്നുള്ളതൊക്കെ നാളത്തെ കാര്യമാണ്. അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ ആ തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ഈ രീതിയിൽ ഒരു ക്ഷേത്രത്തിൽ വന്ന ഒരു പൂജാരിയെ പൂജ നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് അതും വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ തീർച്ചയായും മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് വേണം കരുതാൻ. കാര്യം അല്ലെങ്കിൽ പറ്റുമോ? അല്ലാതെ ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനൊരു കാര്യം? എന്തുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ പൂജാരി ആ ക്ഷേത്രത്തിന്റെ അവിടുത്തെ കമ്മിറ്റിക്കാരെ അറിയിച്ചില്ല? ഇങ്ങനെ പൂജാരിയെ പറ്റി ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോകണം, അതിന് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവരതിനുള്ള എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യില്ലേ? അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഇദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒളിച്ചിടക്കുന്ന ആളോ അല്ലെങ്കിൽ പിടികിട്ടാ പുള്ളിയോ ഒന്നും അല്ലല്ലോ. ഒരു ക്ഷേത്രത്തിലെ പൂജാരിയല്ലേ, അദ്ദേഹം സ്റ്റേഷനിൽ എത്താന്ന് പറഞ്ഞു. അത്ര നിർബന്ധമുള്ള അല്ലെങ്കിൽ അത്ര അത്യാവശ്യമുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു വലിയ കൊലക്കുറ്റത്തിനൊന്നും പ്രതിയല്ലല്ലോ അയാൾ.
അയാൾ ചെല്ലാന്ന് പറഞ്ഞു ആ സമയത്ത് അവർക്ക് ഒതുങ്ങി ചെല്ലും, അല്ലെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ പോരാ, നേരത്തെ വരണമെന്ന് പറഞ്ഞാൽ നേരത്തെ കമ്മിറ്റിക്കാരെ അറിയിച്ച് അതിൻ്റെതായ രീതിയിൽ വേണം ചെയ്യാൻ. ഇത് തീർച്ചയായിട്ടും നികൃഷ്ടമായ ഒരു നടപടിയാണ്. ഇത് ഹിന്ദു സമാജത്തെ ഒന്നടങ്കം അവമാനിക്കുന്ന ഒരു നടപടിയാണ്. ഒരു ക്ഷേത്രത്തിൽ, അതും പ്രത്യേകിച്ചും പോലീസുകാർ ക്ഷേത്രത്തിനകത്ത് കയറിപ്പോന്ന് പറഞ്ഞാൽ അത് തന്നെ അവർക്ക് ശുദ്ധവും വൃത്തിയൊന്നും ഇല്ലാതെ ഒരു ക്ഷേത്രത്തിൽ കയറിപ്പോകാൻ പറ്റുമോ? അതെല്ലാം പ്രശ്നമാണ്. ശ്രീ വിജി തമ്പി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. അദ്വൈതം എന്ന സിനിമയിലാണ് സമാനമായ ഒരു രംഗമുള്ളത്. ഒരു പൂജാരിയെ ഒരു കാരണവുമില്ലാതെ പിടിച്ചുകൊണ്ടു പോകുന്നു, അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്യുന്ന കഥയൊക്കെയാണ് അദ്വൈതത്തിലുള്ളത്. അങ്ങ് സിനിമാ പ്രവർത്തകൻ കൂടിയാണല്ലോ. സിനിമയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ് എന്ന് ഇപ്പോൾ ബോധ്യം വരികയാണ് ഇതൊക്കെ കാണുമ്പോൾ. ശ്രീ വിജി തമ്പി, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഞാൻ കേട്ടു, അദ്ദേഹം ആ അരുൺ പോറ്റി വിഷമത്തോടുകൂടി പറയുന്നത് കേട്ടു, ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് ഭേദം. ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തുമാത്രം അദ്ദേഹത്തിന്റെ മനസ്സിന് തട്ടിയിട്ടുണ്ട് ആ വിഷയം, എന്തുമാത്രം വിഷമം അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഈശ്വരനെ പൂജിക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഒരു സാത്വികനായ ബ്രാഹ്മണനല്ലേ, അങ്ങനെ ഒരു വ്യക്തിയാണോ ഈ രീതിയിൽ അവമാനിക്കുന്നത്? അത് തെറ്റല്ലേ? അത് ഞാൻ ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? വേറെ ഏതെങ്കിലും ഒരു പൂജാരിക്ക് പകരം മറ്റൊരാളിനെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഇവർ തയ്യാറാകുമോ? അവർക്ക് ധൈര്യം ഉണ്ടാകുമോ? ഇത് കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും നടക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു? ഇത് എങ്ങനെയെങ്കിലും എന്തും ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ അദ്വൈതം സിനിമയിൽ അങ്ങനെ ഒരു രംഗം കാണിച്ചു, അതിപ്പോ നടത്തി കാണിക്കുകയാണ്. കാരണം അതൊരു സിനിമയിലെ രംഗമാണ്. അതിനെ ജീവിതത്തിൽ ചിത്രീകരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് നാളെ തുടർക്കഥയായി മാറും. ആർക്കും എന്തും ചെയ്യാന്നുള്ള അവസ്ഥയാവും. അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഇതിനെതിരെ ഹിന്ദു സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഹിന്ദു സംഘടനകളും ഒന്നിച്ചു നിന്ന് പ്രതികരിക്കും. അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ വിജി തമ്പി, ഇതേപോലെ സമാനമായ നിലയിലാണ് ഈ ഹൈന്ദവ വിശ്വാസങ്ങളെ ആർക്കും എവിടെയും എന്തും ചോദ്യം ചെയ്യാം, ആരോടും എന്തും കാണിക്കാം. അതുകൊണ്ടാണല്ലോ രാമായണത്തിന്റെ വ്യാഖ്യാനം എന്നുള്ള പേരിൽ ഒരു പത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് ചില വ്യാഖ്യാനങ്ങൾ വരികയും അതിനെതിരെ ഹിന്ദു സംഘടനകൾ രംഗത്ത് വരികയൊക്കെ ചെയ്തത്. ഇത് സമാനമായ നിലയിൽ ഇത് ഈ പറഞ്ഞ എഴുത്തിൻ്റെ മേഖലയിൽ, പോലീസിൻ്റെ മേഖലയിൽ, എല്ലാ മേഖലയിലും ഈ ഒരു സമൂഹത്തെ മാത്രം, ഇത് പറയുമ്പോഴെല്ലാം വർഗീയമാണെന്ന് പറയും, ഈ പറയുന്നതെല്ലാം വർഗീയമാണെന്ന് പറയും. ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള വിശ്വാസത്തെ ഹനിക്കുന്ന നടപടികളെല്ലാം ഒരു വിഭാഗത്തോട്, ഒരു ഭൂരിപക്ഷ വിഭാഗത്തോട് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ശ്രീ വിജി തമ്പി. അതെ, അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദു എന്തു പറഞ്ഞാലും അത് വർഗീയവും, മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അത് മതേതരത്വമാണ്. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മാധ്യമം എന്ന പത്രത്തിലാണ്, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം, ആ മാധ്യമത്തിലാണ് രാമായണത്തെ പറ്റി വളരെ മോശമായിട്ട്, അതെനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് ചിന്തകനാണ് എഴുതുന്നത്, വളരെ മോശമായ രീതിയിൽ രാമായണത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ മറ്റേതെങ്കിലും പത്രത്തിലോ മറ്റ് സോഷ്യൽ മീഡിയകളിലോ മറ്റ് മതങ്ങളുടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ ഇതുപോലെ അവമാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ടോ എന്തെല്ലാം വ്യാഖ്യാനിക്കാം. ഞാനത് ഇപ്പൊ പറയാൻ തയ്യാറല്ല. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വ്യാഖ്യാനിക്കാം. അത് ചെയ്യാനുള്ള ചെയ്യുന്ന ഒരു രീതിയല്ല ഹിന്ദുവിനുള്ളത്. മറ്റുള്ള എല്ലാ മതങ്ങളെയും ഒന്നിച്ചു നിർത്തി, അതായത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഹിന്ദു പറയുന്നത്. എല്ലാ മതങ്ങളും ഒന്നാണ്. മതങ്ങൾ അകറ്റി നിർത്താതെ എല്ലാ മതങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഹിന്ദു. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ സംഘടനകൾ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പ്രസിദ്ധീകരണങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇതിലൊന്നും മറ്റ് മതങ്ങളെ ഒന്നും ആക്രമിക്കാത്തത്, അല്ലെങ്കിൽ എന്തെല്ലാം പറയാം, ഏതെല്ലാം രീതിയിൽ വലിച്ചു കീറിക്കൂടെ, എന്തെല്ലാം പറയാൻ പറ്റും. അതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ചിന്ത ഹിന്ദുവിനുള്ളതുകൊണ്ടാണ്. ആ ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയായി ഹിന്ദു മാറിയിരിക്കുന്നു. അത് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അതിന് നമ്മുടെ ഇവിടുത്തെ ഹിന്ദുക്കൾ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഹിന്ദു എന്ന് പറഞ്ഞ് ജന്തുക്കളായി ജീവിക്കുന്നവർ ഹിന്ദുക്കളായി മാറുമ്പോഴാണ് ഇതിനൊരു മാറ്റം വരിക. കാര്യം ഇവിടെ ഏറ്റവും ഈ ജാതി വ്യത്യാസങ്ങൾ മറന്ന്, വർണ്ണ വ്യത്യാസങ്ങൾ മറന്ന് ഹിന്ദു ഒന്നായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്കൊന്നും അവർക്ക് ധൈര്യമുണ്ടാവില്ല. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതൊരു സംഘടന ശ്രമിച്ചാലോ, അല്ലെങ്കിൽ ഒരു വ്യക്തി ശ്രമിച്ചാലോ, ഒരു സമൂഹം ശ്രമിച്ചാലോ പാടില്ല. ശ്രീ വിജി തമ്പി, നമ്മുടെ ചർച്ച ശ്രദ്ധിക്കുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത്, മുരളി ചന്തോത്ത്, അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതി വിധിക്ക് എതിരാണ്, ഇങ്ങനെ പരസ്യമായി വിലങ്ങ് വെച്ച് കൊണ്ടുപോകരുത്, ഇന്ന് സുപ്രീം കോടതി വിധിയുണ്ട് എന്നാണ് ഒരു പ്രേക്ഷകൻ പ്രതികരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു പ്രതിയെ, അദ്ദേഹം പ്രതി പോലുമല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അദ്ദേഹം നേരത്തെ വിജി തമ്പി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, പക്ഷേ ആ നടപടിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. ചോദ്യം ചെയ്യാൻ ഹാജരാവണം, പിറ്റേ ദിവസം രാവിലെ 10:30 ക്ഷേത്ര നട അടച്ച ശേഷം എത്താമെന്ന് പറഞ്ഞ് സമ്മതിച്ചതുമാണ്. അതിൻ്റെ തലേന്നാണ് വൈകിട്ട് സാധാരണ പോലെ ആ ക്ഷേത്രത്തിൽ പൂജകൾക്കായി 5:30 മണിയോടുകൂടി ക്ഷേത്രം തുറക്കുന്നു. 5:45 ഒരു പോലീസ് വണ്ടി പാഞ്ഞു വരുന്നു,
പാഞ്ഞു വന്ന് ഇദ്ദേഹത്തെ സിനിമ സ്റ്റൈലിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ വിലങ്ങ് വെച്ച് അങ്ങ് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ക്ഷേത്രം നട അടയ്ക്കണം, വേണ്ട അതൊക്കെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. ഇത്തരം നടപടിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. നിയമവിരുദ്ധമായിട്ട് ഇത്തരത്തിൽ കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിക്കുന്ന അവസ്ഥ, അതാണ് ഇപ്പോൾ ഈ നാട്ടിൽ കാണുന്നത്. വിജി തമ്പി, അതായത് ഇപ്പോൾ ആ പ്രേക്ഷകൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം സുപ്രീം കോടതിയുടെ കൃത്യമായ ഡയറക്ഷൻസ് ഉണ്ട്. അത് ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പാലിക്കപ്പെടണമെന്നുള്ളത്, അതിനെതിരെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹം അതിനെതിരെ കോടതിയിൽ പോകണം. തമ്പി, നമുക്ക് ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ആൾ അരുൺ പോറ്റി, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രധാനമാണ്. ഈ ചർച്ചയിൽ അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ശ്രീ അരുൺ പോറ്റി, നമസ്കാരം. അങ്ങ് ക്ഷേത്ര നട അടച്ച ശേഷമാണ് ഈ ചർച്ചയിൽ വരുന്നത്. ഞങ്ങളും അതുകൊണ്ട് സമ്മതിച്ചു. കാരണം കഴിഞ്ഞ ദിവസം അങ്ങേക്ക് ക്ഷേത്ര നട കൃത്യസമയത്ത് അടയ്ക്കാൻ കഴിഞ്ഞില്ല. പോലീസ് വന്ന് അങ്ങേ വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറഞ്ഞാലും ആ ക്ഷേത്ര നട രാത്രി 8:30 വരെ തുറന്നിരുന്നു. ക്ഷേത്രഭക്തരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. അന്ന് ദീപാരാധന നടന്നില്ല, അന്ന് അത്താഴ പൂജ നടന്നില്ല. എല്ലാം മുടക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു അതിക്രമമായിരുന്നു അത്. അങ്ങേ ഈ നടയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആ സാഹചര്യം ഒന്ന് വളരെ പെട്ടെന്ന് പറയാമോ ശ്രീ അരുൺ പോറ്റി? ഹലോ, കേൾക്കാം? കേൾക്കാം അരുൺ പോറ്റി, കേൾക്കാം, തുടരാം. ഹലോ, കേൾക്കാം അരുൺ പോറ്റി, തുടരാം. ഞാൻ അമ്പലത്തിൽ വന്നു. ഞാൻ അമ്പലത്തിലെത്തി 5:30 മണിയായപ്പോൾ നട തുറന്നു. 5:30 നട തുറന്ന് നേരെ നട തുറന്ന് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ആയില്ല, 5:45 ആയപ്പോഴത്തേക്ക് തന്നെ പൂന്തറ സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് വന്നിട്ട് പറഞ്ഞു അരുൺ പോറ്റിയിലേക്ക്. ഞാനെന്ന് പറഞ്ഞു, ഞാൻ ശ്രീകോലിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ പോകാമെന്ന് പറഞ്ഞു. കാര്യം അറിയാമോ? സാറേ എനിക്ക് കാര്യം അറിഞ്ഞ് എന്നെ നാളെ രാവിലെ 10:30 അവിടെ ഷൺമുഖ AC ഓഫീസിൽ എന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പോകാമെന്ന് പറയാൻ, അതും നമ്മൾ അറിയണ്ട, വന്ന് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ അമ്പലത്തിൻ്റെ പൂജ കഴിഞ്ഞിട്ട് എത്തിയാൽ പോരേ ചോദിച്ചു. വെള്ളിയാഴ്ചയാണ് അമ്പലത്തിൻ്റെ പൂജ കഴിഞ്ഞിട്ട് എത്തിയാൽ പോരേ ചോദിച്ചു. അതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തോളാം, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല, കയറാൻ പറഞ്ഞു. വണ്ടിക്കകത്ത് കയറിയ ഉടനെ തന്നെ വിലങ്ങ് വെച്ചാണ് എന്നെ കൊണ്ടുപോയത്. അതും യൂണിഫോമിൽ അമ്പലത്തിനകത്ത് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഒരു കൊലക്കുറ്റത്തിൻ്റെയോ ഇല്ലെങ്കിൽ ഒരു പ്രതിയോ എന്നുള്ള നിലയിലാണെങ്കിൽ അവർക്ക് ചെയ്തുകൊണ്ട് പോവാം. ഇത് അതുപോലും അല്ലാതെ എന്തോ ഒരു മൊഴിയെടുക്കാൻ വേണ്ടി, ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ കൊണ്ടുപോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു സംഭവമാണിത്. അതിൻ്റെ പേരിൽ എനിക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ നാട് മുഴുവനും ഈ ഒരു സംഭവം അറിഞ്ഞു. എനിക്ക് ജീവനോട് ജീവിക്കാൻ പോലും ഒരു താല്പര്യമില്ല ഇപ്പം. അങ്ങനെ പറയരുത് ശ്രീധരൻ പറ്റി, അങ്ങനെ പറയരുത് അരുൺ പറ്റി. ഞങ്ങളെല്ലാം ഉണ്ട്. ജനൻ TV അടക്കമുള്ള മാധ്യമങ്ങൾ അങ്ങേക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അങ്ങ് ഉറച്ച മനസ്സോടെ നിൽക്കണം. അങ്ങ് മനസ്സ് തളരരുത്. അങ്ങ് വികാരത്തിന് അടിമപ്പെടരുത്. പോലീസല്ല പട്ടാളം വന്നാലും ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ ജനൻ TV അടക്കമുള്ള മാധ്യമങ്ങൾ ചോദ്യം ചെയ്യും, ശക്തമായി ചോദ്യം ചെയ്യും. അരുൺ പോറ്റി ഒറ്റയ്ക്കല്ല. ഇവിടെ നിങ്ങളുടെ ക്ഷേത്ര ട്രസ്റ്റുണ്ട്, നിങ്ങളുടെ വിശ്വാസികളുണ്ട്. ആരും പ്രതിഷേധവുമായി രംഗത്ത് വന്നില്ല എങ്കിൽ കൂടി ജനൻ TVയെ പോലെയുള്ള ജനാധിപത്യം നടപ്പാവണം എന്ന് വിശ്വസിക്കുന്ന മാധ്യമങ്ങളുണ്ട്. നിങ്ങൾ മനസ്സ് തളരാൻ പാടില്ല അരുൺ പോറ്റി. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അങ്ങ് പിറ്റേ ദിവസം ചോദ്യം ചെയ്യാൻ ഹാജരാകാം എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങ് ഹാജരാകുകയും ചെയ്യും, അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ കേസിനെ സംബന്ധിച്ച ഒരു കാര്യം ചോദിക്കുകയാണ്. അങ്ങ് നേരത്തെ പൂജ നടത്തിയ ഒരു ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹവും മോഷണം പോയുമായി ബന്ധപ്പെട്ടാണല്ലോ പോലീസ് ഇപ്പോൾ വിളിച്ചു വരുത്തിയത്. എന്താണ് ആ കേസ്? ആ കേസിന്റെ നടപടി എന്താണ്? അങ്ങ് ഇവർ അവിടെ പൂജ ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രമാണോ ചോദ്യം ചെയ്യുന്നത്? ഞാൻ അവിടെ അമ്പലത്തിൽ പൂജ ചെയ്തു. മാർച്ച് 31 അന്നാണ് ഞാൻ അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. ഈ മാർച്ച് 30 ഇറങ്ങിയത് അമ്പലത്തിലെ നിവേദ്യത്തിൻ്റെ ഒരു വിഷയത്തിലാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയാണ് പറ്റില്ല, അമ്പലത്തിൽ ഇതിലോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് സെക്രട്ടറിയുടെ പേരിലുള്ള പരാതി കാരണമാണ് ഞാൻ ഇറങ്ങിയത്. സെക്രട്ടറിയായിട്ടുള്ള വഴക്ക് കാരണമാണ് ഇറങ്ങിയത്. ആ ഒരു ഒറ്റ കാരണത്തിലാണ് എന്നെ ഇങ്ങനെ ക്രൂശിച്ചത്. അതെന്താണ് ആ ക്ഷേത്രത്തിൻ്റെ ഭരണം ആരാണ്? സെക്രട്ടറി, അവിടുത്തെ സെക്രട്ടറിക്ക് പൂജാരിയോട് വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ സെക്രട്ടറി അവിടെ ആരാണ്? ഏത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളാണോ? എന്താണ് സെക്രട്ടറിക്കുള്ള വിരോധം? അല്ലെങ്കിൽ സെക്രട്ടറിക്കുള്ള സ്വാധീനം എന്താണ്? അങ്ങനെയൊന്നുമല്ല. സെക്രട്ടറിക്ക് അവിടെ ഉള്ളവരായിട്ട് എല്ലാവർക്കും ഒരു ഇതുണ്ട്. അത് പോയിട്ട് അമ്പലത്തിൽ ദേവിക്ക് നേദിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹാരങ്ങൾ, നിവേദ്യത്തിനുള്ളതൊന്നും വാങ്ങിച്ചു തരത്തില്ല.
അപ്പോൾ ആ ഒരു ഒറ്റ കാരണത്തിലാണ് ഞാൻ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളെ വിട്ടാണ് ഓരോ സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എല്ലാം ചെയ്തത്. അപ്പോൾ ആ ഒരു ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ആ ഉത്സവം വരെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ നടത്തിയത്. അല്ല, ഈ തന്ത്രി ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് എല്ലാ കാര്യവും ചെയ്തത്. അതിന് പോലും അവര് അരുൺ പോറ്റി, ഈ ക്ഷേത്രത്തിലെ ഈ പഞ്ചലോക വിഗ്രഹം മോഷണം പോയി എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട അങ്ങയുടെ, അത് പോലീസിന്റെ മുമ്പിൽ പറയേണ്ട കാര്യമാണ്, ഇത് അങ്ങ് പൂജ ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താലാണ് പോലീസ് വിളിക്കുന്നത്. മറ്റാരെങ്കിലും പോലീസിന് സംശയമുണ്ടോ? സമാന നിലയിൽ അവർ വേറെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ശ്രീ അരുൺ പോറ്റി? അത് വല്ലതും അറിയാമോ? അവിടെ ചെന്നപ്പോൾ അറിഞ്ഞതാണ് സുരേഷ് എന്ന് പറഞ്ഞ ഒരു പോറ്റിയെ വിളിച്ചിരുന്ന് മൊഴിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വേറെ 2-3 പോറ്റിമാരെ വിളിച്ച് മൊഴിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവിടെയുള്ള അമ്പലത്തിലുള്ള കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ച് മൊഴിയെടുത്തെന്ന് പറഞ്ഞു. പിന്നെ അത് പോയിട്ട് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കണ്ണൻ എന്ന് പറഞ്ഞ പോറ്റിയുണ്ട്, ആ പോറ്റിയെ വിളിച്ച് മൊഴിയെടുത്തു. അതെല്ലാം എടുത്തെന്ന് പറഞ്ഞു. ഈ എങ്ങനെയാണ് മോഷണം പോയത്? ശ്രീകോവിൽ പൂട്ട് തകർത്തുള്ള മോഷണമാണോ? മൊഴിയെടുക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെയാണ് മോഷണം പോയത്? ശ്രീകോവിൽ തകർത്തുള്ള മോഷണമാണോ? പൂട്ട് തകർത്തകത്ത് കയറിയാണോ കള്ളൻ കൊണ്ടുപോയത്? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാനും അത് അങ്ങനെയാണ് ഞാനും അറിഞ്ഞത്. പത്രത്തിലാണ് ഞാൻ കണ്ടത്. ശ്രീകോവിലിൻ്റെ പൂട്ട് തകർത്താണ് കൊണ്ടുപോയത് എന്നാണ് പത്രത്തിൽ കണ്ടാണ് ഞാനും അറിഞ്ഞത്. അല്ല, ഇത്തരത്തിൽ അങ്ങേക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ്? ഇത്തരത്തിൽ പോലീസ് ഇത്തരത്തിൽ അങ്ങേ എത്ര കാലമായി ഈ പൂജാവിധിയിലേക്ക് അല്ലെങ്കിൽ പൂജാ ജോലിയിലേക്ക് അങ്ങ് വന്നത്? പാരമ്പര്യപ്രകാരം വന്നതാണോ? അങ്ങ് എത്ര കാലമായി ക്ഷേത്രപൂജയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു? അത്തരം കാര്യങ്ങൾ കൂടി പറയാമോ? ഞാൻ എൻ്റെ 9ാം ക്ലാസ് മുതൽ അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. കൊച്ചുനാൾ മുതൽ പൂജയ്ക്ക് ഇറങ്ങിയതാണ്. പാരമ്പര്യമായിട്ടുള്ളത് തന്നെയാണ് നമുക്ക്. വീട്ടിൽ ആരൊക്കെയുണ്ട് ശ്രീ അരുൺ പോറ്റി? അങ്ങയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബം ഉണ്ടാകുമല്ലോ, ആരൊക്കെയുണ്ട്? പോലീസ് ഇതൊക്കെ അറിയണം. ഇത്തരത്തിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ അങ്ങേക്കൊരു കുടുംബമുണ്ട്. അങ്ങ് പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലെ പറഞ്ഞോളൂ. ഞാനുമുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, മോളുണ്ട്, അമ്മാവനുണ്ട്, അമ്മാവിയുണ്ട്. മകൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മോള്. മകൾക്ക് 6 വയസ്സായതേ ഉള്ളൂ. 6 വയസ്സുള്ള മകൾ. അപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുള്ള ഒരു അച്ഛനോട്, 6ാം സ്റ്റാൻഡേർഡിലാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുള്ള ഒരു അച്ഛനോടാണ് പോലീസ് ഇത്തരത്തിലൊക്കെ കാണിക്കുന്നത്. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. അദ്ദേഹം പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലെ 100 കണക്കിന് വിശ്വാസികളുണ്ട്. ഇവരുടെ എല്ലാം വികാരങ്ങളെ തച്ച് തകർത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത്. പൂജ ചെയ്തുകൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ യൂണിഫോമിൽ ക്ഷേത്രത്തിനകത്ത് കയറുന്നു. പൂജ നടത്തിക്കൊണ്ടിരുന്ന പൂജാരിയെ പൂജ പോലും നടത്താൻ സമ്മതിക്കാതെ, ക്ഷേത്ര നട പോലും അടയ്ക്കാൻ സമ്മതിക്കാതെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന പോലീസിൻ്റെ കിരാതമായ നടപടിയാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. ശ്രീ BG വിഷ്ണു, അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടതാണല്ലോ. എന്താണ് ഈ പൂജാരിയുടെ സംസാരം കേട്ടതോടുകൂടി? അങ്ങ് നേരിട്ട് പരിചയമുള്ള ആളായിരിക്കില്ല. അദ്ദേഹം തന്നെ വികാരത്തിന് തന്നെ അടിമപ്പെടുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു പോലീസിൻ്റെ നടപടി? ഏത് തരത്തിൽ പ്രതികരിച്ചാണ് ഇതിനെയൊക്കെ തിരുത്തേണ്ടത് ശ്രീ BG വിഷ്ണു? നമുക്ക് വിജി തമ്പിയിലേക്ക് പോകാം. വിജി തമ്പി, അങ്ങ് കേട്ടതാണ്, പൂജാരിയുടെ വാക്കുകൾ കേട്ടതാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിട്ടുള്ള അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിന് എന്നുള്ള നിലയിൽ പോലും പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ശ്രീ വിജി തമ്പി, ഏത് തരത്തിലാണ് ഈ വിശ്വാസികൾ ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടത്? വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ശ്രീ വിജി തമ്പി? യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലീസ് സേനയുടെ അവസ്ഥ എന്താണ്? കേരളത്തിൽ ഒരു ആത്മാഭിമാനമുള്ള ഒരാൾ പോലും പോലീസിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഒരു DGP തന്നെ അദ്ദേഹം പോലീസ് ഉദ്യോഗം പോലും രാജിവെച്ച് അദ്ദേഹം കളഞ്ഞു. മാത്രമല്ല, എത്ര പോലീസുകാരാണ് ഈ കഴിഞ്ഞ 10-8 വർഷത്തിനുള്ളിൽ ഇവിടെ ആത്മഹത്യ ചെയ്തത്? എത്ര പേരാണ്? ആലോചിച്ച് നോക്കൂ. ആത്മാഭിമാനം. ഇപ്പൊ തന്നെ ഒരു അടുത്ത കാലത്ത് കടയ്ക്കൽ, ഈ ലോകത്ത് സംഭവിച്ചില്ലാത്ത കാര്യമാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു SI ചാർജ് എടുത്ത് അന്ന് തന്നെ അയാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുക. ആലോചിച്ച് നോക്കിയേ, ഇത് ഏത് നാടാണ്? ഇത് എവിടുത്തെ നിയമമാണ്? എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പൊ ഇവിടുത്തെ കുറെ പിണിയാളുകൾ, ഈ പറഞ്ഞ പിണറായിയുടെ കുറെ പിണിയാളുകൾക്ക് മാത്രമേ ഇപ്പൊ പോലീസിൽ ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. ആത്മാഭിമാനമുള്ള ഒരാൾക്ക് പോലീസിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ആലോചിച്ച് നോക്കേണ്ടത്. അപ്പൊ ഇതിന് പിന്നിൽ പോലും, ഈ പോലീസുകാർ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ പോലും രാഷ്ട്രീയപരമായ എന്തെങ്കിലും പരിപാടികൾ ഇതിനകത്തുണ്ട്. അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു പോലീസുകാരനാണെങ്കിൽ ഒരു SI ആയാലും ആരായാലും, ഇനി അതാ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല,
ആ വ്യക്തിയുടെ പേരും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് അറസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് ഒരു വൈമനസ്യം ഉണ്ടാവും തീർച്ചയായിട്ടും. ഇനി ആരായാലും, അതിന് ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി, ഏത് ജാതിയിൽപ്പെട്ട ആളായാലും ശരി, ഇങ്ങനൊരു ക്ഷേത്രത്തിൽ കയറി പൂജാരി അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസുകാരന്, ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് ഒരു 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 പുനർചിന്തനം ഉണ്ടാവും. പക്ഷെ ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ രീതിയിലുള്ള പ്രേരണ ആയിരിക്കാം. അതെ, വലിയ രാഷ്ട്രീയ പ്രേരണ തന്നെ ഇതിന്റെ പിന്നിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പോലീസ് കാണിക്കില്ല. ശ്രീ അരുൺ പോറ്റി, പോലീസ് സ്റ്റേഷനിൽ ഇല്ല കാര്യം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇയാൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ പോലീസുകാരന് അയാൾക്ക് പണി കിട്ടും. അതുകൊണ്ട് അയാൾ ചെയ്തതായിരിക്കാനാണ് വഴിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൃത്യമായി അന്വേഷിച്ച് ഇത് നടപടിയെടുക്കണം. ഇത് പോലീസുകാർക്കെതിരെ അല്ല നടപടി എടുക്കേണ്ടത്. ഇതിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തി അവർക്കെതിരെ വേണം നടപടി എടുക്കാൻ. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ആരാണ് ഇതിന് നിർദ്ദേശം നൽകിയത്? അവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. ശ്രീ അരുൺ പോറ്റി, ഒരു കാര്യം കൂടി, അങ്ങേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷം എന്തായിരുന്നു ഇവരുടെ നടപടി? ചോദ്യം ചെയ്യൽ നടന്നോ? പിന്നീട് എന്ത് പറഞ്ഞിട്ടാണ് അങ്ങേ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ തിരികെ വിടുന്നത്? എന്താണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ശേഷമുള്ള നടപടി ഒന്ന് പറയാമോ? പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇത് കാര്യം ചോദിച്ചു എൻ്റെ കൂടെ, ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം, ആരെങ്കിലും സംശയം ഉണ്ടാകും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആരും സംശയമൊന്നുമില്ല, ഞാൻ അവിടെ പൂജ ചെയ്തു, ഈ ഒരു കാരണത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ഫോണൊക്കെ വാങ്ങിച്ച് പരിശോധിച്ചു. അവർ ഫോണൊക്കെ വാങ്ങിച്ചെല്ലാം നോക്കിയവർ. ഇവിടെ സ്റ്റേഷനിൽ ചെന്ന സമയത്തേനും ഫോണൊക്കെ വാങ്ങിച്ചെല്ലാം നോക്കി. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്തെ 8 മണിക്ക് എന്നോട് CI മുകളിലോട്ട് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ടുപോയി സെല്ലിനകത്താണ് എന്നെ ഇട്ടിരുന്നത്. നേരെ സെല്ലിനകത്തിട്ടു. സെല്ലിനകത്ത് ഈ പറഞ്ഞ ഷർട്ടും അല്ലെങ്കിൽ അങ്ങ് ധരിച്ചിരുന്ന വസ്ത്രമൊക്കെ മാറ്റിയിട്ടാണോ? ഇല്ല, ഞാൻ ഇവിടുന്ന് ചെന്നപ്പോഴത്തേക്ക് ആദ്യം ചോദിച്ചത്, വണ്ടിക്കകത്ത് കയറിയപ്പോഴേ ചോദിച്ചതെന്ന് പറഞ്ഞാൽ SI ചോദിച്ച ഒറ്റ വാക്കാണ്, ജട്ടി ഇട്ടിട്ടുണ്ടെന്നാണോ ചോദിച്ചത്. എന്ത് കഷ്ടമാണ്! SI ചോദിച്ച ഈ ഒരു വാക്കാണ് ആദ്യം ചോദിച്ചത്. അവിടെ ചെന്നിട്ട് നേരെ വിലങ്ങ് വെച്ച് എന്നെ കൊണ്ടുപോയി മെഡിക്കൽ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ആ വിലങ്ങ് പോലും അഴിക്കാതെ മെഡിക്കൽ എടുത്തു. പൂന്തറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുത്തതിന് ശേഷം നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സെല്ലിനകത്ത് ആക്കിയതിനു ശേഷമാണ് എൻ്റെ വിലങ്ങ് അടിച്ചത്. SIയുടെ പേരറിയാമോ അരുൺകുമാർ? രീതിയിൽ സെല്ലിനകത്ത് നിന്ന് തന്നെയാണ് ചോദിച്ചത്. SIയുടെ പേരെനിക്ക് വന്ന ഒരു SI ഉണ്ട്. SIയുടെ പേര് സതീഷോ സന്തോഷ് എന്നോ അങ്ങനെ എന്തോണം പേര്. ശരി, ഒരു പൊക്കം കുറഞ്ഞ ഒരു ആളാണ്. അങ്ങേ സെല്ലിനകത്തിട്ട ശേഷം എൻ്റെ കൂടി വന്ന് കാര്യം ചോദിച്ചു, എങ്ങനെയാണ് എന്തൊക്കെയാണ് അറിയാമോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ, അതല്ലെങ്കിൽ നീ നേരെ നൂന്നി നിൽക്കില്ല, നിന്നെ ഇടിച്ച് നിന്റെ പരുവാക്കി കളയും. ആ രീതിയിലൊക്കെയായിരുന്നു എന്നോട് സംസാരിച്ചത്. പോലീസ് ഇത്തരത്തിൽ പോലീസ് ഭാഷ ഉപയോഗിച്ച് സംസാരിച്ചോ? പോലീസിന്റെ സ്ഥിരം ആ രീതിയിലുള്ള ചീത്തവിളിയായിരുന്നു. അവർ നന്നായി അസഭ്യം വിളിച്ചിട്ടുണ്ടോ? ആ രീതിയിൽ തന്നെയാണ് വിളിച്ചത്, സംസാരിച്ചത്. നന്നായിട്ട് അസഭ്യം. എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂട്ടി വെച്ച് വിളിച്ചത്. അരുൺ പോറ്റി, അങ്ങ് മാനസിക കൈവിടരുത്. പ്രേക്ഷകർ അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ക്ഷേത്ര പൂജാരിയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയ ശേഷം അടിവസ്ത്രം ഇട്ടിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിക്കുന്നു. പിന്നീട് ഈ പൂജാരിയുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നു. എന്തിൻ്റെ പേരിലാണ് എന്ന് ഇത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിന് മനസാക്ഷിയോട് ചോദിക്കണം. ഒരു പൂജാരിയോട് കാണിക്കുന്ന ക്രൂരത, അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ ഇത്തരത്തിലാണ് പോലീസ് പെരുമാറുന്നത്. പിന്നെ എങ്ങനെയാണ് അങ്ങേ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് ആക്കുന്നത്? എങ്ങനെയാണ് ശ്രീ അരുൺ പോറ്റി? എൻ്റെ കൂടി 8-8:15 പറഞ്ഞ് പൊയ്ക്കോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു. കാര്യം അമ്പലം നട തുറന്നിട്ട് എന്നെ അവിടെ നിന്ന് സാർ അറസ്റ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കുറ്റവാളി എന്നുള്ള നിലയിലാണ് എല്ലാവരും എന്നെ കാണുള്ളൂ. ഒരിക്കലും ഞാൻ അതുകൊണ്ട് അങ്ങനെ പോകത്തില്ല, എന്നെ കൊണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു SIയെ വിട്ട് അവിടെ നിന്ന് ഒരാൾ പോലീസുകാരനും കൂടി തന്നെയാണ് എന്നെ കൊണ്ടുവന്നാക്കിയത്. ജീപ്പിലല്ല, പ്രൈവറ്റ് വാഹനത്തിലാണ് കൊണ്ടുവന്നാക്കിയത്, ഒരു വേഗണാറിട്ട്. പിന്നീട് ക്ഷേത്രത്തിൽ വന്ന ശേഷം അങ്ങ് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ തിരികെ വന്ന ശേഷം പിന്നീട് എങ്ങനെയാണ് അങ്ങ് ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങൾ പൂർത്തിയാക്കിയത്? എങ്ങനെയാണ് അരുൺ പോറ്റി? ഞാൻ ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷമാണ് അമ്പലത്തിൽ ബാക്കി വേറെ നിവേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ചോറ് മാത്രം, അത്താഴം മാത്രം കൊടുത്ത് ഒരു ചെറിയൊരു കർപ്പൂരം കാണിച്ചാണ് നട അടച്ചത്. കാര്യം ദേവിയ എനിക്ക് അന്നം തരണം എൻ്റെ അമ്മയാണ്. അപ്പം എനിക്ക് അവരെ അവിടെ ഇരുത്താൻ പറ്റൂല. അപ്പോൾ ആ ഒരു സാഹചര്യം എനിക്കുണ്ടായി, അങ്ങനെ ചെയ്തു.
നേരെ ഞാൻ ഫോർട്ട് AC-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിലെ പോലീസ് പെരുമാറുന്നത്. നാട്ടിൽ കള്ളന്മാരും കുറ്റവാളികളുമെല്ലാം സ്വതന്ത്രമായി വിഹരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു പൂജാരിയെ പൂജ നടത്തുന്ന വേളയിൽ പിടിച്ചുകൊണ്ടുപോകുക, പോലീസ് ജീപ്പിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുക, അദ്ദേഹത്തെ വിവസ്ത്രനാക്കി അദ്ദേഹത്തെ സെല്ലിൽ നിർത്തുക, അടിവസ്ത്രം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക, അച്ഛനും അമ്മയ്ക്കും വിളിക്കുക, പരമാവധി അദ്ദേഹത്തെ അസഭ്യം വിളിക്കുക, എന്നിട്ട് ഒരു ഗതിയുമില്ലാതെ വരുമ്പോൾ ഏതോ ഒരു വാഹനത്തിൽ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ നടയിൽ ഇറക്കി വിടുക. പോലീസ് ഇതൊക്കെ അനുഭവിച്ചേ തീരുകയുള്ളൂ. എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. പോലീസ് നടത്തിയത് പൂജ മുടക്കുന്ന പോലീസ്, പൂജാരിയെ വിലങ്ങുവെച്ച പോലീസ്, ഇത് കേരളത്തിലാണ് നടക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ BJPയുടെ പ്രതിനിധി ശ്രീ BG വിഷ്ണു, ശശികല ടീച്ചർ, അതേപോലെ തന്നെ വിജി തമ്പി, അതേപോലെ തന്നെ അരുൺ പോറ്റി, അതേപോലെ തന്നെ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡൻ്റായിട്ടുള്ള നന്ദകുമാർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് സമാപിക്കുന്നു. നമസ്തേ.